ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എനിക്ക് ഡി എമ്മിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചേക്കുന്നത് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ആളുകൾക്ക് B1 അല്ലെങ്കിൽ B2 1 or 2 മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഹൗസ് ബിൽഡ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് ഫോർ ദാറ്റ് മൈ ആൻസർ ഈസ് നോ. ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ഹൗസ് ബിൽഡ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് എൻ്റെ അറിവിൽ വേറെ ആർക്കും ഇതേവരെ 1-2 മൊഡ്യൂൾ വെച്ചിട്ട് മെക്കാട്രോണിക്സ് ഹൗസ് ബിൽഡിങ്ങിന് സീറ്റ് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളാരെങ്കിലും ഈ 1-2 മൊഡ്യൂൾ വെച്ചിട്ടാണ് ഈ മെക്കാട്രോണിക്സിന് സീറ്റ് കിട്ടിയേക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, കുറേ പേര് എന്നോട് ചോദിച്ചു ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സിമ്പിളാണോ, പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുമോ, 1 വർഷം കൊണ്ടൊക്കെ B1 അല്ലെങ്കിൽ B2 വരെയൊക്കെ പാസ്സാവാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അവരോട് എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത്, അതപ്പോൾ ഓരോരുത്തരുടെ കഴിവും ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പാസ്സാവും, അല്ലെങ്കിൽ എന്താ പറയുക ടൈം കുറേ എടുക്കും. അതാണ് അതിലിപ്പോൾ എൻ്റെ ഒരു ആൻസർ. അല്ലാതെ ഇത് 1 വർഷം കൊണ്ട് പഠിച്ച് തീർക്കണമെന്നോ പഠിച്ച് തീർക്കാൻ പറ്റുമെന്നോ പഠിച്ച് തീർക്കാൻ പറ്റില്ല എന്നോ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യനാണ് ഹൗസ് ബിൽഡിങ് കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടുമെന്ന്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞ എല്ലാവർക്കും അവർ ഹൗസ് ബിൽഡിങ് ചെയ്ത കമ്പനീസിൽ ജോലി കിട്ടാറുണ്ട്. വേഴ്സ്റ്റ് കേസസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. അങ്ങനെ സംഭവിച്ചതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഹൗസ് ബിൽഡിങ് ചെയ്തിട്ട് ജോലി കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ ആ കമ്പനി പിരിച്ചു വിട്ടുമെന്നോ ആ കമ്പനി വർക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നോ അങ്ങനെയൊന്നും ഞാനിതേവരെ എവിടെയും കേട്ടിട്ടില്ല. എല്ലാവർക്കും മെക്കാട്രോണിക്സ് ഹൗസ് ബിൽഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഹൗസ് ബിൽഡിങ് ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണ്. ഇവിടെ അങ്ങനെ ഏജ് ലിമിറ്റ് എന്നുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒപ്പം 40-year-old ആയിട്ടുള്ളൊരു പുള്ളി ഹൗസ് ബിൽഡിങ് പഠിക്കുന്നുണ്ട്. ഹീസ് നോട്ട് എൻ ഇന്ത്യൻ, ബട്ട് ഇവിടെയുള്ളതാണ്, ജർമ്മൻകാരനാണ്, ബട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു കമൻ്റാണ്, 25 ഇയേഴ്സിന് മുകളിലുള്ള ആരെയും ഈ ഹൗസ് ബിൽഡിങ്ങിന് ഏജൻസി സജസ്റ്റ് ചെയ്യുന്നില്ല, വിസ റിജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ സെറ്റപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യനാണ്, നമുക്ക് ഹൗസ് ബിൽഡിങ് ടൈമിൽ എത്ര യൂറോ സേവ് ചെയ്യാൻ പറ്റുമെന്ന്. അതിപ്പോൾ ഞാനെന്താ പറയുക, നമ്മുടെ സാലറിയും റെൻറ്റും എക്സ്പെൻസും ഒക്കെ അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ ഒരു 300-400 യൂറോസിൻ്റെ ഇടയിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ പറ്റണം നിർബന്ധമൊന്നുമില്ല, ബട്ട് അറൗണ്ട് ഏകദേശം അത്രയൊക്കെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ DM ചെയ്യുകയോ ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള കാര്യം ഈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ V for Victory, A for Others. Bye.